വീണ്ടും മഴ വിവരങ്ങളിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോവുകയാണ്. സംസ്ഥാനത്ത് വരുന്ന 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 104.5 മില്ലിമീറ്റർ മഴയാണ് പത്തനംതിട്ട വെൺകുറിഞ്ഞിയിൽ പെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്ര മഴയാണ് ജില്ലയിൽ. ഇടുക്കി ഉടുമ്പന്നൂരിൽ 103.0 mm മഴയും പെയ്തിരിക്കുന്നു. വരും മണിക്കൂറുകളിലും അതിതീവ്ര മഴ തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രജീഷ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. രജീഷ്, അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് റാന്നിയിലായിരുന്നു. റാന്നി പാലത്തിൽ നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ അവിടെ പുഴയൊക്കെ അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, നദികളൊക്കെ കരകവിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്ന് ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്? എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ജില്ലയിൽ? ദിവ്യ, ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പത്തനംതിട്ടയിൽ തന്നെയാണ്. 104 mm മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ മഴ ഇപ്പോഴും പ്രദേശത്ത് തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ വീണ്ടും ജലം ഉയരുമെന്നൊരു ആശങ്കയൊക്കെ തന്നെ നേരത്തെ സംസാരിച്ച സ്ഥലം MLA പഴകുളം മധു അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഇത്തരത്തിൽ മഴ വീണ്ടും തുടരുകയാണെങ്കിൽ വലിയ ആശങ്കയുണ്ട്. ഇന്നലെ വൈകിട്ട് വരെ യെല്ലോ അലേർട്ട് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് രാത്രി അത് ഓറഞ്ച് അലേർട്ട് ആവുകയും പിന്നീട് രാത്രി 1 മണിയിലേക്ക് റെഡ് അലേർട്ടിലേക്ക് പോവുകയും പിന്നീട് അത് വീണ്ടും ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമായി തന്നെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കപ്പം ഈ പ്രദേശത്തുള്ള ഒരാൾ കൂടി ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് മഴ ഇന്നലെ രാത്രി മുതൽ എങ്ങനെയുണ്ടായിരുന്നു മഴ ഇവിടെ? ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയായിരുന്നു. ശകലം പോലും തുറന്നിട്ടില്ല. പിന്നെ രാത്രി എൻ്റെ വീട്ടിൽ ഒരു 3 വണ്ടി ഉണ്ടായിരുന്നു. രാത്രി തന്നെ എടുത്ത് മാറ്റി എൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ട് ആക്കി പിന്നെ ഒരു നിവൃത്തിയല്ല. എൻ്റെ ഭാര്യയ്ക്ക് ഡയാലിസിസ് ആയിരുന്നു. ഞാൻ പിന്നെ എൻ്റെ വണ്ടി കൊണ്ട് പിന്നെ വെളുപ്പിന് വീട്ടിൽ പോരുമ്പോൾ എനിക്ക് പിന്നെ ബുദ്ധിമുട്ടായിരുന്നു. അത് ഉപവാസന തീർന്നിട്ടുണ്ട് അവിടെ. പിന്നെ ഞാൻ പിന്നെ മേനാന്തോട് നിന്നില്ല, വർക്കടത്തോട് കറങ്ങി വന്നിട്ട് പല സ്ഥലത്തും എനിക്ക് ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോഴും ഞാൻ ധൈര്യം തീർന്ന് ഞാൻ പോരുമായിരുന്നു പിന്നെ താലൂക്ക് ആശുപത്രി ആക്കാനായിട്ടായി. ബാക്കിയോട്ട് ഞാൻ വരുവാ, വണ്ടി അവിടെ ഒതുക്കി. അപ്പോൾ ഡയാലിസിസ് നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രി ഭയങ്കരമായ മഴ. ഇന്നലെ രാത്രി പിന്നെ ഒരു 10 മണിയായപ്പോൾ പഴകുളം മധു വിളിച്ച് പറഞ്ഞായിരുന്നു, പിന്നെ എല്ലാവരും ജാഗ്രത പാലിച്ചു, രാത്രി തന്നെ പിന്നെ വെള്ളം പൊങ്ങും. പിന്നെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മോനുണ്ട് പിന്നെ ഇസ്രായേലിൽ, അവൻ വിളിച്ച് പറഞ്ഞു രാത്രി തന്നെ വെള്ളം പൊങ്ങും, വണ്ടിയെല്ലാം മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ രാത്രി മാറ്റി നേരം എടുത്ത് കഴിയുമ്പോൾ വെള്ളം പൊങ്ങി. അപ്പം ഞാനിപ്പോൾ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പഠിക്കാൻ വന്ന് ഇത്രയും വെള്ളമായി. ഞാൻ പിന്നെ വേറെ ഷോട്ട് കയറി ഞാൻ പോരുമായിരുന്നു. അപ്പോൾ അരക്കപ്പം വെള്ളം കയറി ഇത്രയായി. ഇപ്പം നമ്മുടെ പിന്നെ റാന്നി ആർട്ട് ഓഫീസിൻ്റെ വലത്തുവശത്തോട് റോഡെ പോയി ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇത്രയും വെള്ളമായി. ഇപ്പോൾ അതിൽ ഒരു രക്ഷയില്ല. ഇന്നലെ ആണെങ്കിൽ ഒരു പിന്നെ രാവിലെ ഒരു 9 ആകുമ്പോഴത്തേന് വെള്ളം തീർന്നു പറ്റിയായിരുന്നു. അപ്പോൾ എൻ്റെ പെങ്ങളുടെ കടയാണ് റാന്നിയിലെ ഈ കണ്ണാടി കട, പിന്നെ മൂടിക്കൻ്റെ നേരെ മുന്നിലത്തെ. അതെല്ലാം ഇന്നലെ DYFകാർ വന്ന് വൃത്തിയാക്കിയിട്ട് അവർ പോയത്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും പിന്നെ റാന്നിയിലെ മൊത്തം നശിച്ചു. അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. കടക്കാർ മൊത്തം പോയി, തരിപ്പണമായി. ഈ പ്രാവശ്യം ഓണം പോലും നടക്കുകയില്ല. അപ്പം നേരത്തെ വീടുകളിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി വീണ്ടും വെള്ളം കയറുന്ന സാഹചര്യമാണ്. മൊത്തം അയത്തില നമ്മുടെ ഈ ഭാഗത്തെല്ലാം വെള്ളം കയറും. ഇപ്പോൾ ചെറിയ റോഡുകളിലൊക്കെ വെള്ളത്തിലാണോ അങ്ങോട്ട്? ചെറിയ റോഡ് മൊത്തം വെള്ളത്തിലാണ്. എങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റത്തില്ല. ചെറുപ്പുഴ വഴി പോകാൻ പറ്റത്തില്ല, കീക്കുടി വഴി പോകാൻ പറ്റത്തില്ല, പിന്നെ റാന്നി ചെത്തോങ്കര വഴി പോകാൻ പറ്റുകയില്ല. എല്ലായിടത്തും വെള്ളമാണ്. ഇന്നലെ ഈ ഭാഗത്തെ വെള്ളം മൊത്തം പറ്റിയതാണ്. വീണ്ടും രാത്രി കയറിയ വെള്ളം ഇത്. ഇന്നിപ്പം വെള്ളം നല്ലോണം വന്നുകൊണ്ടിരിക്കുക. ചേട്ടൻ്റെ വീട്ടിൽ വെള്ളം കയറിയോ? എൻ്റെ വീട്ടിലില്ല, പിന്നെ പെങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അവരൊക്കെ ക്യാമ്പിലേക്കൊക്കെ മാറിയോ? ഇന്ന് ക്യാമ്പിലേക്ക് ഒരു 2 നിലയുണ്ട്. അവരുടെയാണ് കണക്ക്. പിന്നെ ബാറ്റിക്കട, റാന്നി പോത്തൻസ്, അങ്ങേപ്പുറത്ത് റോസ് ഒപ്റ്റിക്കൽസ്, അവിടെ ആദ്യം പിന്നെ വെള്ളം കയറുന്നത് ജംഗ്ഷനിൽ, മൂഴിക്കൻ്റെ ജംഗ്ഷനിൽ. അപ്പോൾ ഇനി വെള്ളം കൂടുന്നു പറയുന്നു. ഏത് സമയത്തും കൂടും. അവിടെ അങ്ങോട്ട് ഉരുൾ പൊട്ടിട്ടെന്നാണ് പറയുന്നത്. മൂഴിയാർ ഡാം തുറന്നു വിട്ടെന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ മണിയാർ ഡാമും തുറന്നു വിടുമെന്ന് പറയും. ഏത് നിമിഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചേട്ടാ പറഞ്ഞനുസരിച്ച് ഇന്നലെ രാത്രി മുതൽ ഈ തോരാതെ നമ്മൾ കാണുന്ന ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറി, പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പല റോഡുകളും, അതായത് മെയിൻ റോഡ് അല്ലാതെ ചെറിയ റോഡുകളിൽ പലതും അരക്കൊപ്പം വെള്ളം എത്തുന്ന ഒരു സാഹചര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നെന്ന് കൂടി പറയുന്നു.